നമ്മുടെ നാട്ടിൽ ആഭ്യന്തര ശത്രുക്കളായി കണക്കാക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിന് നേരെയാണ്. ഈ പൗരത്വ ഭേദഗതി നിയമം ആരും സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നൊരു നിയമമല്ല. ഈ നിയമം ഇന്ത്യ രാജ്യം അംഗീകരിച്ചപ്പോൾ നേരത്തെ 2019 ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ലോകത്ത് പലയിടങ്ങളിലും പ്രതിഷേധമുയർന്നു. വിവിധ നഗരങ്ങളിൽ ശക്തമായ പ്രതിഷേധ റാലികൾ നടന്നു. നമ്മൾ മാത്രമല്ല, കേരളം മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല ഇതിനെതിരെ പ്രതിഷേധമുണ്ടായത്. കാരണം നമ്മുടെ ലോകത്ത് ഒരു പരിഷ്കൃത സമൂഹത്തിനും മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം എന്നത് അംഗീകരിക്കാൻ കഴിയില്ല. മതത്തെ അടിസ്ഥാനപ്പെടുത്തി പൗരത്വം എന്ന് പറയുമ്പോൾ അതിനെ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വിവിധ രാജ്യങ്ങൾ അതിനെതിരെ രംഗത്ത് വന്നത്. വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ രംഗത്ത് വന്നത്. മതനിരപേക്ഷ ചിന്താഗതിക്കാർ അതികഠിനമായി നമ്മുടെ രാജ്യത്തെ വിമർശിക്കാൻ തയ്യാറായി. ആ ഘട്ടത്തിലായിരുന്നു ജപ്പാൻ ഭരണാധികാരി ഇന്ത്യ സന്ദർശിക്കേണ്ടിയിരുന്നത്. ഈ നിയമം അന്ന് പാസാക്കിയപ്പോൾ അദ്ദേഹം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ഞാൻ വരുന്നില്ല എന്ന നിലപാടെടുത്തു. എന്തെങ്കിലും അസൗകര്യം കൊണ്ടല്ല. ഇതുപോലൊരു നിയമം പാസാക്കിയ, ഈ പരിഷ്കൃത ലോകത്തിന് ചേരാത്ത, മതനിരപേക്ഷത തകർക്കുന്ന, പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കിയ ഒരു രാജ്യത്തിലേക്ക് ഞാനില്ല എന്ന നിലപാടാണ് ജപ്പാൻ ഭരണാധികാരി അന്ന് സ്വീകരിച്ചത്. അദ്ദേഹം മാത്രമല്ല, മറ്റു പലരും അതേ വഴി സ്വീകരിച്ചു. ഇന്ത്യയിലേക്ക് പരിപാടി തയ്യാറാക്കിയവർ ആ പരിപാടി റദ്ദ് ചെയ്യുന്ന നില സ്വീകരിച്ചു. ഇന്ത്യ ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെട്ടു. ലോകം ഇന്ത്യയെ കഠിനമായ ഭാഷയിൽ ഭത്സിക്കുന്ന സ്ഥിതി വന്നു. പക്ഷേ അതൊന്നും വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രക്കാർക്ക് പ്രശ്നമല്ല. ലോകമാകെ അപലപിക്കുന്നുവെന്ന് കണ്ടപ്പോഴും ഹിറ്റ്ലർ പിന്മാറിയില്ല. ഹിറ്റ്ലർ തൻ്റെ അജണ്ട നടപ്പാക്കിക്കൊണ്ടേയിരുന്നു.